ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഇന്ന് ഞാനൊരു സൈക്കിൾ വർക്ക്ഷോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ വർഷക്കാലം തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ സൈക്കിൾ കൊണ്ടൊക്കെ വന്ന് സൈക്കിളൊക്കെ റെഡിയാക്കാനുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു കട ഇപ്പം തന്നെ സെറ്റാക്കിയാൽ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങുകയാണെങ്കിൽ കിട്ടുള്ളൂ. ആ നേരത്തേക്ക് തുടങ്ങുകയാണെങ്കിൽ അവർ വേറെ ഏതെങ്കിലും കടയിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ലാഭമില്ല. അപ്പോൾ നമ്മൾ അവിടെയാണ് എൻ്റെ പെരയുടെ സൈഡിലാണ് നോക്കിയത്, പക്ഷെ അവിടെ പെട്ടെന്ന് അങ്ങനെ കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ആരുടെ സ്ഥലമല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ വാൾ 3 അടിക്കുകയാണ്. ഓക്കെ, നമ്മുടെ RG സ്റ്റൂളിൽ പോയിട്ട് വാൾ 3 അടിക്കുകയാണ്. ഓക്കെ, വാൾ 3 അടിച്ചിട്ട് ഇവിടെ സ്പോൺ ചെയ്യാണ്. ഓക്കെ, സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊരു അത് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, മോഡ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഓക്കെ, മോഡ് ഓൺ ചെയ്തിട്ട് നമ്മളത് മൂവ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അപ്പോൾ ഇതുപോലത്തെ ഇനി 2-3 വേണം. അപ്പോൾ ബാക്ക് മൊത്തമാക്കി ഇതാണ് വെക്കുന്നത് നമ്മൾ. ഓക്കെ, ഇവിടെയും നമ്മൾ വാൾ 3 അടിക്കുകയാണ്. ഓക്കെ, സ്പോൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ടൈം ലാപ്സ് കാണാം. എന്താ ഗൈസ്, അവിടെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, സീനില്ല. അപ്പോൾ ഗൈസ്, നിങ്ങളൊരു ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ നിൽക്കുന്ന നേരത്താണ് നമുക്ക് ആകെ പണി കിട്ടിയത്. കാരണം ഇവിടെ കുറച്ച് പൊന്തും താന്ന് ഇരുന്നുകൊണ്ട് നമ്മളെ പ്ലാറ്റ്ഫോം ഇവിടെ വലുതാക്കി വെച്ചാലേ ഉള്ളൂ, അതായത് പൊക്കി വെച്ചാലേ ഉള്ളൂ അപ്പുറത്തേക്ക് നല്ലപോലെ നിൽക്കുന്നത്. ഇത് ഈ ഇത്ര ഹൈറ്റിൽ ആകെ ഇത്ര ഉള്ളൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ 2 പ്ലാറ്റ്ഫോമെങ്കിലും വേണ്ടി വരും. ഗൈസ്, നിങ്ങൾ ചെറിയ ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ മൊത്തം വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് എത്ര നോക്കിയിട്ടൊന്നും റെഡി ആവുന്നില്ല കേട്ടോ. നമ്മളപ്പുറത്തൊരു ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പുറത്ത് ലാമ്പ് വേണം, അതേപോലെ തന്നെ പോസ്റ്റ് ലാമ്പും വേണം. ഇതെന്ത് ഇവിടെ കറക്റ്റ് ആവുന്നില്ല. ഇവിടെ ചെരിഞ്ഞിട്ടാണ് ഞാൻ വെച്ചതെന്ന് തോന്നുന്നു. പിരാന്ത് പിടിക്കുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യല്ല, നമുക്കിത് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ. ഇത് പലയിടത്തും ചെരിഞ്ഞും താന്നിട്ടുമാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കിത് വർക്ക് ചെയ്യാത്തത്. അങ്ങനെ കഴിച്ച് ഞാൻ എങ്ങനെയൊക്കെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസ്റ്റ് ലാമ്പ് വേണം. അപ്പോൾ ഇവിടെ P1 അടിച്ചിട്ട് P1 അടിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പോസ്റ്റ് ലാമ്പ് കേട്ടോ. ഇത് നമുക്കിനി നമ്മുടെ കടയുടെ സൈഡിലായിട്ടൊക്കെ വെക്കണം, ബാക്ക് സൈഡിൽ വേണമെങ്കിൽ വെക്കണം. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ഇവിടെ 2 ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൊണ്ടിട്ട് നമുക്ക് അവിടെയും വെക്കണം. ഓക്കെ, ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് സൈക്കിളാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കടയിൽ കയറിയിട്ട് സൈക്കിളിൻ്റെ കോഡും കാര്യങ്ങളും ഇപ്പോൾ എത്രയായിരുന്നു? ഓക്കെ, സൈക്കിളിൻ്റെ കോഡും കാര്യങ്ങളും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിന് മുമ്പ് നമ്മൾ മോഡ് ഓഫ് ചെയ്യാൻ മറക്കരുത്. മോഡ് ഓഫ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഞാൻ മോഡ് ഓഫ് ചെയ്യുന്നിട്ടെ. ഓക്കെ, മോഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോഡ് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് സൈക്കിളിൻ്റെ കോഡാണ്. സൈക്കിളിൻ്റെ കോഡ് 1111 ഓക്കെ, 1111 നമ്മുടെ സൈക്കിളിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളും. അപ്പോൾ ഇതിലൊരു ഒന്നുകൂടി ഇല്ല, 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു സ്പോൺ ചെയ്യാം. അപ്പോൾ ടൈം ലാപ്സ്. ഗൈസ്, സൈക്കിളിൻ്റെ കളർ മാറ്റുന്ന നേരത്തെ പല സൈക്കിളും മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പിടിച്ച് നീപ്പിക്കാനുണ്ട്. നമ്മളെ കടയിൽ വെറൈറ്റി ആയിട്ട് 4 സൈക്കിളാണ് ഉള്ളത്, അതായത് RGB സൈക്കിൾസാണ് 4 ഉള്ളത്. അപ്പോൾ നമുക്കത് പെയിൻ്റ് അടിക്കാനും സാധിക്കുന്നതാണ്. ഇത് RGBയുടെ 2 മുമ്പിലിരിക്കുന്നുണ്ട്. ഓക്കെ, 3 ഇതാണ്ട് 6 കൂടി ഉണ്ടായിരുന്നല്ലോ. അതെവിടെ? 4 2 ഉള്ളൂ. അതെവിടെ പോയി? ഗൈസ്, 2 ഞാൻ സെറ്റ് ചെയ്താണ്, അത് കാണുന്നില്ല ഇവിടെ. ഓക്കെ, ഞാൻ ഇതങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ ഈ മറിഞ്ഞ് കിടക്കുന്ന കേട്ടോ. 3 4 3 ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ ഇതേ 4ാമത്തെ ഇവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. സോറി, 3ാമത്തെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് പണി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഡോറും കാര്യങ്ങളൊന്നും ഇല്ല, അതേപോലെ തന്നെ മുകളിൽ ഷീറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ വർക്കൊക്കെ നാളെ ആയിരിക്കും. അപ്പോൾ മിനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ കളർ ചിലതിൻ്റെ കളറൊന്നും സെറ്റാക്കിയിട്ടില്ല.
ഓക്കെ, ചിലത് ഫുള്ള് 2 വെള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും മാസ്ക് ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയിട്ടൊന്ന് ചായ അടിച്ചിട്ട് വരാം. ഷോ, ഇവനിത് എവിടെ പോയി? ഹലോ ചേട്ടാ, ചേട്ടൻ്റെ കടയിൽ ഞാൻ വന്നിട്ടുണ്ട്. ചേട്ടാ എൻ്റെ സൈക്കിൾ ഒന്ന് റെഡി തരുമോ? ആ മോനെ, ഞാൻ എപ്പോൾ വരാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഓക്കെ ചേട്ടാ, ചേട്ടൻ്റെ ടൈമിനനുസരിച്ച് വന്നാൽ മതി. ഞാൻ ഇവിടെ ഒരു സൈക്കിൾ വെച്ച് പോകാം. ഓക്കെ, നീ അവിടെ വെച്ച് വെക്കോ. ഓ ഷോ, ചേട്ടൻ കറക്റ്റ് ടൈമിനുണ്ട്. കുറച്ച് RGB ലൈറ്റൊക്കെ വെക്കായിരുന്നു. ഷോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഗൈസ്, എൻ്റെ കടയ്ക്ക് ഫസ്റ്റ് വന്നിട്ട് ഓർഡറാണ്. അപ്പോൾ ആ ചെക്കൻ പറഞ്ഞത് RGB ലൈറ്റൊക്കെ വേണമെന്നാണ്. അപ്പോൾ RGB സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടയറും കാര്യങ്ങളും ബെൻഡായത് ഇങ്ങനെയാണ്. അപ്പോൾ വണ്ടിക്ക് നേരെ വന്ന് ഇടിച്ചതാണ് അവൻ. അപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ RGB ലൈറ്റ് വെച്ചിട്ട് നമുക്ക് അവനക്കൊന്ന് വിളിച്ചേക്കാം. ആ മോനെ, നിന്റെ സൈക്കിൾ റെഡി ആക്കിട്ടോ? റെഡി ആക്കിയാ? എങ്കിൽ ഞാനൊരു 10-15 മിനിറ്റ് പിടിക്കൂട്ടെ വരാൻ. അതൊന്നും സാരില്ല, നീ എപ്പോഴാச்சுം വന്നോ. ഞാൻ കടയിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ ചേട്ടാ. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ചെക്കൻ്റെ സൈക്കിൾ എങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടയുടെ മൊത്തം വ്യൂ എങ്ങനെയാണെന്ന് നമുക്കൊരു കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ കടയുടെ മൊത്തം വ്യൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കട ഇരിക്കുന്നത്. ചെറിയ ഭാഗത്ത് ചില വളവും തിരിവൊക്കെ ഉണ്ടാകും, നമുക്ക് കാര്യമാക്കണ്ട. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.